പ്രകൃതിയും മണ്ണും സംരക്ഷിക്കുന്ന കൃഷിരീതികൾ അവലംബിച്ച് ജൈവരീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ജൈവ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിത പേറുന്ന വിനോദസഞ്ചാരത്തിനും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യമേറെയുള്ള ഇടുക്കിയിലെ പീരുമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനത്തുള്ള പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കാർഷിക വിശേഷങ്ങളാണ് ഇന്നത്തെ കൃഷിക്കാഴ്ചയിൽ. ലോക ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച ഒരു അമൂല്യ സമ്പത്താണ് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ. വിദേശികളെ മലയാള മണ്ണിലേക്ക് ആകർഷിച്ച ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു നമ്മുടെ കറുത്ത പൊന്നായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലവും. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറയിലെ ഈ മുത്തുകളെയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളെയും ഇന്ന് വിദേശത്തേക്ക് തന്നെ കയറ്റുമതി ചെയ്തുകൊണ്ട് മികച്ച വരുമാനവും ഒപ്പം കർഷകർക്ക് പ്രയോജനകരമായ മുന്നേറ്റങ്ങളിലൂടെ വിദേശ വിപണി കീഴടക്കുകയുമാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഓർഗാനിക് സ്പൈസസ്. ഇടുക്കി ജില്ലയിലെ 2000-ലധികം ജൈവ കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് മികച്ച ഗുണനിലവാരങ്ങൾ ഉറപ്പുവരുത്തി പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയിലൂടെ ഈ മലനിരകളിൽ നിന്നും കടൽ കടക്കുന്നത്. USA, യൂറോപ്പ്, കാനഡ, ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് NPOP, USDA, NOP സർട്ടിഫിക്കറ്റുകളോടുകൂടി നമ്മുടെ ജൈവ സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങൾ അപ്പേഡയുടെ സഹായത്തോടെ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുകയാണ്. 350 മുതൽ 600 ടൺ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ഓരോ വർഷവും കടൽ കടക്കുന്നുണ്ട്. 25 മുതൽ 30 കോടി രൂപ വരെ വാർഷിക വരുമാനത്തിൽ മുന്നേറുകയാണ് PDS. PDS ഓർഗാനിക് സ്പൈസസിനെ സംബന്ധിച്ചിടത്തോളം 100% ജെന്യൂൻ ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സ് പ്രോസസ്സ് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുന്ന ഒരു സ്ഥാപനമാണ്. PDSന്റെ കീഴിലുള്ള 2000-ലേറെ ഓർഗാനിക് സർട്ടിഫൈഡ് ഫാർമേഴ്സ് നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ, ഇടുക്കിയിലും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രീമിയം പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുകയും അത് ഇവിടെ പ്ലാന്റിൽ കൊണ്ടുവന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് വാല്യൂ അഡീഷൻ ചെയ്തതിന് ശേഷം വിദേശ രാജ്യങ്ങളായ USA, യൂറോപ്പ്, ഏഷ്യൻ കൺട്രീസ് ഇങ്ങനെയുള്ള എല്ലാ കൺട്രീസിലൊക്കെ നമ്മൾ കയറ്റി അയക്കുന്നതാണ്. അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് നമുക്കിതിനൊക്കെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾക്ക് എല്ലാ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഓൾറെഡി PDSനുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് NPOP, USA സ്റ്റാൻഡേർഡ് NOP, പിന്നെ യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്, അത് കൂടാതെ ഫെയർ ട്രേഡ് സർട്ടിഫിക്കേഷനുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു പ്രൈവറ്റ് സ്റ്റാൻഡേർഡായ നാച്ചുറൽ ആൻഡ് ഫെയർ, ബയോസിസ്, ഇങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കേഷനും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു കണ്ടാമിനേഷൻ കൂടാതെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് വരണം എന്നുള്ളതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആയതിനാൽ നമ്മൾ ഫാമിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്നതോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളത് അപ്രൂവ്ഡ് ലാബ് പുറത്ത് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യിക്കുകയും ആ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയ പ്രോഡക്റ്റ് മാത്രം നമ്മൾ അകത്ത് കൊണ്ടുവരികയും അതിനുശേഷം ബാക്കിയുള്ള പ്രോസസ്സ് നമ്മൾ ഒരു വർഷം ഏകദേശം നമ്മളൊരു 350 to 600 ടൺസ് വരേക്കും നമ്മൾ ഓർഗാനിക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നമ്മുടെ ഒരു വർഷം ഒരു ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ 25 to 30 crores ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിനെ ഉയർത്താനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങിക്കാനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട്. കർഷകർക്ക് ഉയർന്ന വില നൽകി സംഭരിക്കുകയും നടീൽ വസ്തുക്കളും പാക്കിംഗ് മെറ്റീരിയലുകളും പരിശീലനവും ഉൾപ്പെടെ കർഷകർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് വിജയരഥം തെളിക്കുകയാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി. 1998 PDS ഓർഗാനിക് സ്പൈസസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെ ഇടുക്കിയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ജൈവ രീതിയിൽ സർട്ടിഫൈ ചെയ്യുകയും ഇവിടെ നിന്ന് എക്സ്പോർട്ട് ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഓർഗാനിക് പ്രോഡക്ട്സ് എക്സ്പോർട്ടേഴ്സിൽ ഒരു സ്ഥാപനങ്ങളിൽ ഒന്ന് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. നിലവിൽ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായിട്ട് ഏകദേശം 2500 കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. വിവിധ യൂണിറ്റുകളിലൂടെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ശേഖരിക്കുകയും
കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ അന്താരാഷ്ട്ര നിലവാരം ഉറപ്പുവരുത്തി പ്രോസസ്സ് ചെയ്യുകയും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ ജൈവ സർട്ടിഫിക്കേഷൻ്റെ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഏകദേശം 15 അംഗങ്ങളുള്ള ഒരു ടീം ICS ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന പേരിൽ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവർ കർഷകർക്ക് സാങ്കേതിക സഹായങ്ങളും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നു. ട്രൂ ബയോ ഓർഗാനിക് പ്രോഡക്ട്സ് എന്ന ബ്രാൻഡിൽ സുഗന്ധവ്യഞ്ജനങ്ങളായ കുരുമുളകും വെള്ളക്കുരുമുളകും ഇഞ്ചി, ഗ്രാമ്പൂ, മഞ്ഞൾ, ഏലം, കച്ചോലം, ജാതി തുടങ്ങിയവയും കൂടാതെ കോഫിയും ഗ്രീൻ ടീയും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുകയാണ് സൊസൈറ്റിയിലൂടെ. രാമച്ചത്തിന്റെ ഇലകളാൽ ഭംഗിയേറിയ ചെറിയ കുട്ടകൾ നിർമ്മിച്ച് അതിൽ വിവിധ ഉൽപ്പന്നങ്ങൾ നിറച്ച ഗിഫ്റ്റ് പാക്കുകൾക്കും ഇവിടെ വൻ സ്വീകാര്യതയാണ്. പ്രാദേശികമായുള്ള വീട്ടമ്മമാർക്ക് വിവിധ വലുപ്പത്തിലുള്ള കുട്ടകൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും അസംസ്കൃത വസ്തുക്കളും നൽകും. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വുമൺ മൈക്രോ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് രാമച്ചം കൊണ്ടുള്ള ഒരു ബോക്സ് നിർമ്മാണം. നമുക്കറിയാം, സാധാരണയായിട്ട് ഇടുക്കി ജില്ലയിലെ കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനായിട്ടും മണ്ണിന്റെ ഫലപുഷ്ടി മെച്ചപ്പെടുത്താനുമായിട്ട് രാമച്ചം വളരെ നാളുകളായിട്ട് വെച്ചുപിടിപ്പിച്ചു പോരുന്നു. അതുപോലെ തന്നെ രാമച്ചത്തിന്റെ വേര് ആയുർവേദ ഔഷധമായിട്ടും ഉപയോഗിച്ചു പോകുന്നു. അപ്പോൾ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഈ രാമച്ചത്തിന്റെ ഇല കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ വെറ്റിവെയർ ഗിഫ്റ്റ് ബോക്സ് എന്നുള്ള രീതിയിൽ ഒരു ബോക്സ് നിർമ്മാണത്തിനായിട്ട് വിമൺ SHG ഗ്രൂപ്പിനെ പരിശീലിപ്പിക്കുകയും ഏകദേശം 50 അംഗങ്ങളടങ്ങിയ വീട്ടമ്മമാരടങ്ങിയ ഒരു ഗ്രൂപ്പിനെ പരിശീലനം കൊടുക്കുകയും അവർ ഈ രീതിയിലുള്ള ബോക്സുകൾ നിർമ്മിക്കുകയും അത് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി അവരുടെ പക്കൽ നിന്ന് ഒരു വില കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബോക്സ് ഒരു ഓർഗാനിക് സ്പൈസസ് ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വുമൺ SHG ഗ്രൂപ്പിന് ഇതൊരു അഡീഷണൽ വരുമാനമായി തീരുകയും ചെയ്യുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളക് തന്നെയാണ് പ്രധാന താരം. കുരുമുളക് തരികളുടെ വലിപ്പവും നിറവും ഗുണവും അനുസരിച്ചാണ് ഈ കറുത്ത പൊന്നിന്റെ വില നിശ്ചയിക്കുന്നത്. കുരുമുളക് തരികളുടെ വലിപ്പമനുസരിച്ച് MG1, TGEB, TGSEB, മലബാർ സുപ്പീരിയർ, ലൈറ്റ്സ് എന്നിങ്ങനെ വിവിധ ഗ്രേഡുകളിലായി തരംതിരിക്കും. കൂടാതെ ഓരോ ഗ്രേഡിന്റെയും വലിപ്പവും ഗുണനിലവാരവും സാമ്പിളുകൾ ശേഖരിച്ച് ലാബുകളിൽ പരിശോധിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ പെപ്പർ ഗ്രേഡിംഗ് മെഷീനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പെപ്പർ ലൈറ്റ്സ് മാറും. MG1 ആയിട്ട് MG1, TGEB, TGSEB, പിന്നെ ഓവർ സൈസ്, അങ്ങനെ 4 ഗ്രേഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഗ്രേഡ് ചെയ്ത് പെപ്പർ കിട്ടും. ഓരോ ഗ്രേഡും നമ്മുടെ ഇന്റേണൽ ലാബിൽ, നമുക്കിവിടെ ലാബുണ്ട്, ലാബിൽ ചെക്ക് ചെയ്തിട്ട് ആ ഗ്രേഡ് അവരുടെ ഇന്റേണൽ സീ വെച്ച് ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് ആണ് നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നത്. TGSEB തന്നെ TGSEB ഗ്രേഡായിട്ട് തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. MG1, TGEB മിക്സ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൈൻഡിങ് ക്വാളിറ്റി, അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഓരോ ഉൽപ്പന്നത്തിന്റെയും മികച്ച ഗുണനിലവാരത്തിനു വേണ്ടി ഓരോ ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതുവഴി രുചിയും ഗുണവും മണവും മറ്റൊന്നിലേക്ക് പകരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങളിലെ പൊടികളും കല്ലുകളുമെല്ലാം മാറ്റുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അടുത്ത ഘട്ടത്തിൽ മാനുവലായും പിന്നീട് കൺവെയർ ബെൽറ്റുകൾ വഴിയും സുഗന്ധവ്യഞ്ജനങ്ങളെ വൃത്തിയാക്കും. പൂർണ്ണമായും ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങളാണ് പ്രോസസ്സിംഗ് പ്ലാന്റുകളിലും ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ബക്കറ്റ് എലിവേറ്റർ വഴി വിവിധ ഉപകരണങ്ങളിലൂടെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത്. മുഴുവൻ ജോലികളും യന്ത്രസഹായത്താൽ ചെയ്യുന്നതിനാൽ മാനുഷിക പ്രയത്നം നന്നേ കുറവ് മതിയാകും. ഓരോ ഉൽപ്പന്നങ്ങളും ബാഗിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ തൂക്കവും ഗുണനിലവാരവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ടാഗ് അതിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. ഓരോ ഉൽപ്പന്നത്തിന്റെയും ഗുണനിലവാര പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലും വിദേശ രാജ്യങ്ങളിലും സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ലാബ്, മൈക്രോബയോളജി ലാബ് എന്നിങ്ങനെ 2 ലാബുകളിലാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത്.
ഷെൽഫ് ലൈഫ് കൂടാതെ 1 വർഷത്തോളം സാമ്പിളുകൾ സൂക്ഷിക്കുന്നതിനായി സാമ്പിൾ സ്റ്റോറേജ് റൂമുകളും ഇവിടെയുണ്ട്. കർഷകരുടെ കയ്യിൽ നിന്നും സംഭരിക്കുന്ന കാപ്പിക്കുരു വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ശുദ്ധമായ ഓർഗാനിക് കാപ്പിപ്പൊടിയാക്കി മാറ്റുന്നത്. ഇത് കോഫി ഡീസ്റ്റോണറാണ്. ഇതിനകത്ത് നമുക്ക് ലൈറ്റ്സ്, ചെറിയ പൊടികൾ, കല്ല്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കോഫിയുടെ ഇതിനകത്ത് നമുക്ക് റിമൂവ് ആയി കോഫി ഫസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ മെഷീൻ്റെ അകത്ത് നമുക്ക് കിട്ടും. നമ്മൾ ആ ഡീസ്റ്റോൺ കഴിഞ്ഞിട്ട് വരുന്ന കോഫി നമ്മൾ ഹള്ളറിലോട്ടാണ് വരുന്നത്. ഇത് കോഫിയുടെ തൊലി കുത്തിക്കളയുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഡീസ്റ്റോൺ ചെയ്ത് ഹള്ളിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പരിപ്പായിട്ട് നമുക്ക് കോഫി ഈ മെഷീൻ്റെ അകത്തുനിന്ന് കിട്ടും. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഗ്രേഡർ. ഗ്രേഡറിൻ്റെ അകത്ത് നമുക്ക് പല സൈസിലുള്ള 7, 6, 5 അങ്ങനെ 3 ഗ്രേഡിലും ആയിട്ട് നമുക്ക് കോഫി ഗ്രേഡ് ചെയ്ത് നമുക്ക് കിട്ടും. കോഫി ഗ്രേഡിങ് 3 സൈസും പിന്നെ അതിൻ്റെ റിജക്ട് ഏറ്റവും ചെറിയ സൈസ്, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് സൈസുകൾ നമ്മൾ ഈ മെഷീൻ്റെ അകത്ത് നമുക്ക് ഗ്രേഡ് ചെയ്ത് കിട്ടും. നമ്മൾ ഗ്രേഡിങ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മാനുവൽ സോർട്ടിംഗ് ആണ്. മാനുവൽ സോർട്ടിങ്ങിനെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റോസ്റ്റിങ്ങിലോട്ട് വരുന്നത്. റോസ്റ്റിങ്ങിൽ നമ്മൾ ഈവനായിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. ഇപ്പം 7 തന്നെ ഇട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റിങ് കഴിഞ്ഞിട്ട് അടുത്ത ഇതെന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആണ്. റോസ്റ്റിങ് നമ്മൾ അറബിക്ക, റോസ്റ്റ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ R&D ടീം ഫൈനലൈസ് ചെയ്ത ഒരു ബ്ലെൻഡ് ഉണ്ട്. ആ റേഷ്യോയിൽ അറബിക്ക, റോസ്റ്റ ബ്ലെൻഡ് ആണ് നമ്മൾ ഗ്രൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ലോക്കൽ ഇതായ ബ്രാൻഡായ ട്രൂ ബയോ എന്ന പേരിലാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യുന്നത്. അറബിക്ക റോസ്റ്റ ബ്ലെൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ അഡീഷണൽ വേറൊരു ടേസ്റ്റിന് വേണ്ടി വേറൊരു ചിക്കറി അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ഈ കോഫി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിനായി മഴവെള്ളം ഫിൽറ്റർ ചെയ്ത് സംഭരിച്ച 10 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന 3 ടാങ്കുകളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. മഴവെള്ളം പാഴായി പോകാതെ സംഭരിക്കുവാനും അത് കൃത്യമായി വിനിയോഗിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. ബോയിലർ യൂണിറ്റിലേക്ക് ആവശ്യമായ വിറകിന്റെ ഒരു സംഭരണശാല തന്നെ ഇവിടെയുണ്ട്. വിറക് സംഭരിച്ച് കൃത്യമായി അടുക്കി ഷെഡുകളിൽ സൂക്ഷിക്കും. ആവശ്യാനുസരണം ഇത് ബോയിലർ യൂണിറ്റിലേക്ക് മാറ്റും. കാർഷിക ഉൽപ്പന്നങ്ങൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഉണക്കി പൊടിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 2 ഡ്രയറാണ് മെയിനായിട്ട് ഇവിടെ ഡ്രൈയിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രിക്കൽ ഡ്രയറാണ്. ഇതിനകത്ത് നമുക്കൊരു 250 kg ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് നമ്മൾ DGP അങ്ങനെയുള്ള ഡീഹ്യൂമിഡിഫയർ ആണ്. അപ്പം DGP ഒക്കെ നമുക്ക് ചെയ്യുന്നത് ഈ ഡ്രയറിനകത്താണ്. ഇത് ഡ്രയറാണ്. പല ട്രേക്കകത്ത് നമ്മൾ മെറ്റീരിയൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ഡ്രയർ. ഇത് മെക്കാനിക്കൽ ഡ്രയറാണ്. ഇതിനകത്ത് നമ്മൾ ഫയർവുഡാണ് നമ്മുടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫയർവുഡും ബ്രിക്കറ്റും യൂസ് ചെയ്യും. ഇതിനകത്ത് നമുക്ക് രണ്ട് ഒറ്റ ഡ്രയറെ 2 ചേമ്പറാണ് വരുന്നത്. ഫുള്ളി ഇതിൻ്റെ കോൺടാക്ട് പാർട്ടെല്ലാം SSലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ SHMൻ്റെ സ്കീമിൽ നമുക്ക് കിട്ടിയ ഡ്രയറാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ ഇടുക്കിയിലെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഉച്ചവരെ വെയിലും അത് കഴിഞ്ഞ് മഴയായിരിക്കും. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗളങ്ങൾ പോലുള്ള സാധനങ്ങൾ നമ്മൾ വെയിലത്ത് ഇട്ട് കഴിയുമ്പോൾ അതൊരു പിന്നെ അത് ഉണങ്ങിയില്ലെങ്കിൽ അത് കറക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഡ്രയറിനകത്ത് നമുക്ക് ആ കളറ് അതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കിട്ടും ഈ ഡ്രയറിനകത്ത്. കർഷകർക്ക് പ്രയോജനകരമാകുന്ന നിരവധി പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന പീരുമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് അകമഴിഞ്ഞ പിന്തുണയുമായി സംസ്ഥാന കൃഷിവകുപ്പും കൂടെയുണ്ട്. കൃഷിവകുപ്പിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം നമ്മൾ പ്രോജക്റ്റ് മുഖേന പീരുമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് പ്രോജക്റ്റുകൾ നൽകുകയുണ്ടായി. പാക്യോസിന് 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിന് 20 ലക്ഷം രൂപ നമ്മൾ സബ്സിഡി നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈടെക് മഷ്റൂം യൂണിറ്റിന് സബ്സിഡിയായി 8 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ പുതിയ പ്രോജക്റ്റ് ഇപ്പം സെക്കൻഡറി പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ പ്രോജക്റ്റ് 1 കോടിയുടെ പ്രോജക്റ്റ് നൽകിയിട്ടുണ്ട്. അതും ഉടൻ തന്നെ ആവിഷ്കരിച്ച് കർഷകർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് പീരുമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി.
MIDH പദ്ധതി പ്രകാരം 50 ലക്ഷം രൂപയുടെ ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം നൽകിയിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും ഏതൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഇവരുടെ പൂർണ്ണ സഹകരണം എന്നും കൂടെ ഉണ്ടാവാറുണ്ട്. കൂടാതെ എക്സിബിഷൻ, മേളകൾ എന്നിവയിലെല്ലാം ഇവരുടെ പ്രൊഡക്റ്റ് നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കാറുണ്ട്. അതിന് നല്ലൊരു ഫീഡ്ബാക്കാണ് ഫീൽഡ് ലെവലിൽ നിന്ന് കിട്ടുന്നത്. ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ പറയുന്നതും എല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് തന്നെയാണ് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ ആദ്യ ആകർഷണീയത അതിന്റെ പാക്കിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള പാക്കിംഗ് ടെക്നോളജികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സീലിംഗ് മെഷീൻ, സ്ട്രാപ്പിംഗ് മെഷീൻ, ക്യാബ് ടൈറ്റിംഗ് മെഷീൻ തുടങ്ങി നിരവധി മെഷീനുകളാണ് പാക്കിംഗ് സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളും പാക്കിങ്ങുകളും ഉയർത്താനും താഴ്ത്താനും കുറഞ്ഞ ദൂരത്തേക്ക് നീക്കാനും 2 നിലകളിലായുള്ള സംഭരണശാലയിലേക്ക് മാറ്റുന്നതിനും ലോറികളിലേക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് പാലറ്റ് സ്റ്റോക്കർ മെഷീനുകളാണ്. വെയർഹൌസുകളിലും ഫാക്ടറികളിലും മനുഷ്യപ്രയത്നം കൂടാതെ സാധനങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കാൻ ഇത് സഹായിക്കുന്നു. 50ഓളം ജീവനക്കാരും 60ഓളം തൊഴിലാളികളുമാണ് ഈ സ്ഥാപനത്തിന്റെ ജീവനാഡികൾ. 90% തൊഴിലാളികളും പ്രാദേശിക സ്ത്രീകൾ തന്നെയാണ്. പുരുഷനും സ്ത്രീക്കും തുല്യ വേതനമാണ് ഇവിടെ നൽകുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് PDSന്റെ പ്രവർത്തനം. കുട്ടിക്കാനത്തിന്റെ ഹൃദയഭാഗത്ത് സഹ്യാദ്രി എക്കോ ഷോപ്പ് എന്ന പേരിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ആയുർവേദ ഉൽപ്പന്നങ്ങളുടെയും വിപണനശാലയും പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. നിരവധിയായ പരിശോധനകളിലൂടെ ഓരോ ഘട്ടങ്ങളിലും ഇത് ഉറപ്പുവരുത്തും. കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആദ്യ പരിശോധന നടത്തുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ 2ാം ഘട്ട പരിശോധന നടത്തും. 3ാം ഘട്ട പരിശോധന ഉൽപ്പന്ന നിർമ്മാണത്തിലും അവസാനഘട്ട പരിശോധന ഉൽപ്പന്ന പൂർത്തീകരണത്തിലും നടത്തും. വിദേശ രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള പരിശോധനകളും നടത്തി ജൈവ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. കർഷകന് മികച്ച വില ലഭിക്കുന്നു എന്നതാണ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായ കാര്യം. ജൈവ ഉൽപ്പന്നങ്ങൾ പരമാവധി വിലയ്ക്ക് സംഭരിക്കുന്നത് മൂലം കർഷകർക്ക് വലിയ ഉണർവാണ് ലഭിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്കിടയിലെ വിശാലമായ പുൽമേടുകളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളെ എത്തിച്ചുകൊണ്ടും മലയോര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തിക്കൊണ്ടും ഉദാത്തമായ മാതൃക തീർക്കുകയാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഓർഗാനിക് സ്പൈസസ്. കൂടുതൽ വിവരങ്ങൾക്ക് സാബു ജോൺ, ഫോൺ നമ്പർ 9747946060, രവീന്ദ്രൻ നായർ 6238500358, ജോമോൻ ജോസഫ് 9497284393.